ഒരേ റോഡിന് രണ്ട് ഉദ്ഘാടനം. കരുനാഗപ്പള്ളി വള്ളക്കടവ് കോടതി റോഡിന്റെ ഉദ്ഘാടനമാണ് ഇരു മുന്നണികളും വെവ്വേറെ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടും നഗരസഭാ ഫണ്ടും വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ നിന്നുള്ള 24 ലക്ഷം രൂപയും നഗരസഭയുടെ 25 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കരുനാഗപ്പള്ളി വള്ളക്കടവ് കോടതി റോഡ് നവീകരിച്ചത്. വർഷങ്ങളായി തകർന്നു കിടന്ന റോഡ് ഇന്റർലോക്ക് പാകിയാണ് ഗതാഗത യോഗ്യമാക്കിയത്. എന്നാൽ റോഡിന് ഫണ്ട് അനുവദിച്ച മുൻ കൗൺസിലർമാരെയും LDF നേതാക്കളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ലെന്നാരോപിച്ചാണ് ഇടതുമുന്നണി രംഗത്തെത്തിയത്. MLA നിശ്ചയിച്ച സമയത്തിനു മുൻപേ തന്നെ മുൻ കൗൺസിലർ റജി ഫോട്ടോ പാർക്കിന്റെ നേതൃത്വത്തിൽ LDF നാടമുറിച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തു. മുൻ കൗൺസിലർമാരായ കോട്ടയിൽ രാജു, പടിപ്പുര ലത്തീഫ്, സുനിൽ, പ്രവീൺ മനക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ ബുദ്ധിമുട്ടും, അതായത് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് റോഡ് നിർമ്മിക്കാതെ ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ സഹിച്ചെറിയ ഫണ്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ മുഖ്യമന്ത്രിയുടെ തദ്ദേശ വികസന ഫണ്ടിൽ നിന്നും 26,624,324 രൂപയുടെ ഫണ്ടും എറണാകുളപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ 24 ലക്ഷം രൂപ 24,30,000 രൂപയുടെ ഫണ്ടും ഇവിടെ ഈ തീർത്ഥത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം ഇലക്ഷന് മുമ്പ് തന്നെ ഈ സൈഡിൽ നിന്ന പോസ്റ്റ് മാറ്റുന്നതിന് തന്നെ 1.25 ലക്ഷം രൂപ മുനിസിപ്പൽ ഫണ്ടിൽ കൊടുത്ത് ഈ പോസ്റ്റ് സൈഡെല്ലാം നീക്കി ഈ ഓട നിർമ്മിച്ചു. പിന്നെ അപ്പോഴത്തേനാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത്. എന്നിട്ട് തന്നെ പകുതി ഇനിയും അപ്പുറത്ത് ചെയ്യാതിരുന്നപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ മുനിസിപ്പാലിറ്റി പോയി പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പുറത്തോട്ടുള്ള റോഡ് അകത്തോട്ട് ബാബുക്കുട്ടൻ്റെ അടുത്തുള്ള റോഡ് ചെയ്യാനുണ്ട്. പിന്നാലെ CR മഹേഷ് MLA ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ബീന ജോൺസൺ, രമേശൻ, ഹുസൈൻ, നൂർ മുഹമ്മദ് തുടങ്ങിയ UDF നേതാക്കൾ ഇതിന് നേതൃത്വം നൽകി. ആ റോഡ് നമ്മുടെ ഈ ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നടത്തിയിട്ടുള്ളത്. 44 ലക്ഷം രൂപ. അപ്പോൾ അന്നത്തെ കൗൺസിലർ പ്രിയപ്പെട്ട പ്രഭാകറായിരുന്നു. ഇപ്പോൾ അതിനുശേഷം പണി മുടങ്ങി കിടക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ശ്രീ സോമരാജൻ സാർ ചെയർപേഴ്സണായി വന്നതിന് ശേഷം ഇവിടുത്തെ കൗൺസിലർ ശ്രീവിദ്യ ശേഷം ആ കരാറുകാരനെ കൊണ്ട് വളരെ വേഗത്തിൽ പണി പൂർത്തീകരിച്ച് നമ്മുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനമാണ് ഈ ചടങ്ങ് ചേർന്നത്. ഇരു കൂട്ടരും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് ഉദ്ഘാടനം ആഘോഷമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.